അബിൻ വർക്കി നല്ല ചെറുപ്പക്കാരനാണ്, കഴിവുള്ള ചെറുപ്പക്കാരനാണ്. ആവേശകരമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഹൈക്കമാൻഡ് മറ്റൊരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. കോൺഗ്രസിനകത്ത് വലിയ കലഹങ്ങളില്ലാതെ ഇപ്പം മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇപ്പോൾ അബിൻ വർക്കിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് കേരള രാഷ്ട്രീയത്തിൽ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായ യൂത്ത് കോൺഗ്രസും KIC ഒക്കെ ഒന്ന് ഉണർന്നെഴുന്നേറ്റ സമയമാണ്. അതിൽ ഒരുപക്ഷെ വലിയ പ്രതീക്ഷ നൽകിയ രണ്ട് നേതാക്കൾ ആണ്. അതിലൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മണിക്കൂറുകളിൽ വലിയ ആരോപണം വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ശബ്ദരേഖയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ടാണ് അവർ ഗർഭധാരണത്തിന് ആ കുട്ടിയെ നിർബന്ധിച്ചുവെന്നും പിന്നീട് ഗർഭം അലസിപ്പിക്കാനായിട്ട് ശ്രമിച്ചുവെന്നൊക്കെ ഉള്ളത് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നടപടിയെടുത്ത് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടത് പാർട്ടിക്ക് ദോഷമായിട്ട് വരില്ലേ? അദ്ദേഹത്തിൻ്റെ പാർട്ടി നടപടി സ്വീകരിച്ചു, പാർട്ടിയിലില്ല. പാർലമെൻ്ററി പാർട്ടി നടപടി സ്വീകരിച്ചു, പാർലമെൻ്ററി പാർട്ടിയിലില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയുടെ നയം ഈ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം പാർട്ടിയുടെ ഒരു ഘടകത്തിലും ഇപ്പോൾ പ്രവർത്തിക്കേണ്ട ഒരാളല്ല. അത് പ്രവർത്തിപ്പിക്കുന്നത് ശരിയുമല്ല. കാരണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുവെന്ന് ഒരു സീനിയർ നേതാവ് എന്ന നിലയിൽ അതല്ല, അതൊക്കെ അതാത് ഘടകങ്ങളാണ് തീരുമാനിക്കുക. ഇപ്പോൾ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അത് തീരുമാനിക്കും. പക്ഷേ അത് സംസ്ഥാന തലത്തിൽ താങ്കളെപ്പോലുള്ള നേതാക്കളടക്കം എല്ലാം ഇടപെട്ട് നടത്തിയ ഒരു തീരുമാനമാണ്. ആരെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ നേതൃതലത്തിൽ സംരക്ഷിക്കുന്നുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കാര്യത്തിൽ ഞങ്ങളെടുത്ത ഏകണ്ഠമായ തീരുമാനമാണ്, ഒറ്റക്കെട്ടായ എടുത്ത തീരുമാനം. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലൊരു ഇതില്ല എന്നാണ്. ഒരു കാര്യത്തിൽ ഒരു തവണ പോലും ഒരു വ്യക്തി പോലും അദ്ദേഹത്തെ തിരിച്ചെടുക്കണമെന്നോ ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല.